السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله للهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. قال نبينا وسيدنا وشفيعنا محمد صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട്, പതികനിൽ ഒരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട്, പതികനിൽ ഒരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. ഏറ്റവും ബഹുമാനാതിഥികൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നാട്ടിലെ ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയ പരിശുദ്ധമായ മജ്ലിസ് നൂറും സൂറത്ത് യാസീനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിപൂർണമായി നിലക്ക് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു: ഫസ്അലു അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ.
നിങ്ങൾ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. ഏത് കാര്യങ്ങളിലായിക്കോട്ടെ അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. അത് വിശ്വാസപരമായ കാര്യമാവട്ടെ, കർമ്മശാസ്ത്രപരമായ ഇബാദത്തിന്റെ കാര്യമാവട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് അറിവില്ലേ എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, അറിവില്ലാതെ അമൽ ചെയ്യുന്നത് സ്വീകരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് സ്വീകരിക്കപ്പെടാത്തതായിരിക്കും. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അറിവില്ലാതെയുള്ള ഇബാദത്ത് അത് സ്വീകരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കപ്പെടാത്തതായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഇവിടെയാണ് നാം ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നാം ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ത്വലബുൽ ഇൽമി സഅതൻ ഖൈറും മിൻ ഖിയാമി ലൈല. ഒരു നിമിഷം, ഒരു മണിക്കൂർ നേരം ഇൽമ തേടുക എന്നുള്ളത് അത് ഖൈറും മിൻ ഖിയാമി ലൈല, അത് രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ത്വലബുൽ ഇൽമി യൗമൻ ഖൈറും മിൻ സിയാമി സലാസതി അശ്ഹുർ. ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്, ഒരു ദിവസം ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളത് 3 മാസം നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മണിക്കൂർ നേരം ഇൽമുമായി, നമ്മൾ ഇൽമിന്റെ മജ്ലിസിലാണ് നിലകൊള്ളുന്നത്. ഒരു മണിക്കൂർ ഇൽമു പഠിക്കുക എന്നുള്ളത്, ഇൽമുമായി ബന്ധപ്പെടുക, ഇൽമു കേൾക്കുക എന്നുള്ളത് അത് രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നാൽ ഒരു ദിവസം ഇൽമുമായി ബന്ധപ്പെടുന്നതോ അത് 3 മാസം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രക്കും മഹത്തമായ ഇൽമ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, സ്വർഗീയ ഭക്ഷണം നുകരാൻ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇൽമിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ്. നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മദ്രസയൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ. അവർക്കുള്ള ഒരു നാട്ടുദർസ് എന്ന പേരിൽ ഒരു ദർസ് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മുടെ പള്ളിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മഗ്രിബ് നമസ്കാരത്തിന് നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ 4 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ ദർസ് ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരു റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ നാം ഓരോരുത്തരും ചില തീരുമാനങ്ങൾ, ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടത്, ആദ്യമായി നാം തീരുമാനമെടുക്കേണ്ടത്, കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച പരിശുദ്ധ റമളാൻ, ആ റമളാനിൽ ഞാൻ ചെയ്ത ഇബാദത്തിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ എനിക്ക് ഈ റമളാനിൽ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളോട് കൂടെ കഴിഞ്ഞ റമളാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ ഖബറിലാണ്. അവർക്ക് കൊടുക്കാത്ത ഒരു ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത് എന്ന് നാം ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ആയുസ് കൂടുതൽ കിട്ടിയിട്ട്, ഒരു വർഷം കൂടി, ഒരു റമളാനും കൂടെ കൂടുതൽ കിട്ടിയിട്ട് അവൻ കഴിഞ്ഞ റമളാനിനേക്കാൾ ഇബാദത്തിൽ വർധന വരുത്തിയിട്ടില്ലെങ്കിൽ ഈ വർഷം അവനിക്ക് നഷ്ടമാ. ഈ വർഷം അവനിക്ക് നഷ്ട. 60 വയസ്സുള്ള ആളെ ഈമാൻ ആയിരിക്കേണ്ട 61 വയസ്സുള്ള ആൾക്ക് ഉണ്ടാവേണ്ടത്. ഈമാൻ വർദ്ധിക്കണം. ഈമാൻ വർദ്ധിക്കണം. ആയുസ് കൂടുന്നതിനനുസരിച്ച് ഇബാദത്തും ഈമാനൊക്കെ ഇങ്ങനെ വർദ്ധിക്കണം. എന്നാലേ ആ ആയുസ് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധമായ റമളാനാണ് വരുന്നത്. കഴിഞ്ഞ റമളാനിൽ ഒരുപക്ഷെ എനിക്ക് ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, കുറച്ച് ഇബാദത്തുകളെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. അതൊന്നും വകവെക്കാതെ അതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ
കഴിഞ്ഞ വർഷം ഒരു ഖത്തമാണോ തീർത്തത്? ഈ വർഷം 2 ഖത്തും. കഴിഞ്ഞ വർഷം പങ്കെടുത്ത ഇൽമിന്റെ മജ്ലിസിനേക്കാൾ കൂടുതൽ ഇൽമിന്റെ മജ്ലിസ് അത് ഈ റമളാനിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ഇബാദത്തിൽ വർധന വരുത്താൻ പറ്റുമോ അത്രക്കും ഇബാദത്തിൽ വർധന വരുത്തലാണ് പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന്റെ മുമ്പ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് ആ ഒരു നിയ്യത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ കഴിഞ്ഞ റമളാൻ പല ആളുകളും ഇന്ന് ഖബറിലാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവര് മുമ്പേ യാത്രയായി. നമ്മളും ആ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണ്. എപ്പോഴും നമ്മൾ ആ യാത്രക്ക് ഒരുങ്ങിക്കൊണ്ടായിരിക്കണം നിൽക്കേണ്ടത്. ഒരു ദിനമുണ്ടൊരു യാത്ര, ഒരു മടക്കവുമില്ലാത്ത യാത്ര. ഒരു ദിനമുണ്ടൊരു യാത്ര, ഒരു മടക്കവുമില്ലാത്ത യാത്ര. ഖബറിലേക്കുള്ളൊരു പോക്ക് ഖൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി. ആ യാത്ര നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ആ യാത്രക്കാണ്. ആ യാത്രക്കുള്ള ഭക്ഷണം എപ്പോഴും എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എപ്പോഴും ആ യാത്രക്ക് നമ്മൾ തയ്യാറായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടെ യാത്ര പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ തീരുമാനമെടുക്കേണ്ട മറ്റൊരു തീരുമാനം, പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് അതിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. വളരെ പുണ്യമാക്കപ്പെട്ട ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളുമാണ് പരിശുദ്ധമായ റമളാനിലേത്. അതുകൊണ്ട് ഒരു സമയവും എനിക്ക് റമളാനിൽ നഷ്ടപ്പെടില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു സമയം പോലും അവർക്ക് റമളാനിൽ നഷ്ടപ്പെടൂലായിരുന്നു. അതിന് അവര് റജബിൽ തന്നെ ഒരുങ്ങുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഒരു നിമിഷവും എനിക്ക് പരിശുദ്ധമായ റമളാനിൽ നഷ്ടപ്പെടൂല എന്നുള്ള തീരുമാനം നമ്മൾ ഓരോരുത്തർ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട മറ്റൊരു പ്രവൃത്തി നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽയഖുൽ ഖൈറാ. ആരെങ്കിലും യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഔലിയസ്കുത്ത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ. വായ തുറക്കുന്നുണ്ടോ? നല്ലത് മാത്രം സംസാരിക്കട്ടെ, എങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ നാവിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. കാരണം ആ നാവിലൂടെയാണ് അപകടകാരിയായ ഗീബത്ത് കടന്നു വരുന്നത്. അപകടകാരിയായ ഫിത്ന കടന്നു വരുന്നത് നാവിലൂടെയാണ്. നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കൊലപാതകം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ എന്തൊരു ക്രൂരമായ പ്രവർത്തനാണ്. എന്നാൽ അതിനേക്കാൾ ശക്തമാണ് ഫിത്ന എന്ന് പരിശുദ്ധമായ ഖുർആൻ. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ആ ഫിത്ന ഉണ്ടാകുന്നത് നാവ് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ഫിത്ന സംഭവിക്കുന്നത് നാവിലൂടെയാണ്. അതുപോലെ തന്നെ ഗീബത്ത്, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ നാളെ ആഖിറത്ത് ലോകത്ത് പാപ്പരായി പോകുന്ന അവസ്ഥ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ 50-60 വർഷം കൊണ്ട് നേടിയെടുത്തതായ ഇബാദത്തുകൾ, വലിയ കൂലി, വലിയ സൽക്കർമ്മങ്ങൾ, അതെല്ലാം മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ട ദയനീയമായ അവസ്ഥ, അത് നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു. എന്നാൽ അതിനോടുകൂടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ അത് മറ്റാർക്കോ വേണ്ടിയായി പോകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നാവിനെ കടിഞ്ഞാണിടാൻ നമ്മൾ പരിശുദ്ധമായ റമളാനിന്റെ മുമ്പ് തയ്യാറാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
പരിശുദ്ധമായ റമളാനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അവസാനത്തെ 10 എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ 10-ലും രണ്ടാമത്തെ 10-ലൊക്കെ ആളുകളുണ്ട്. അവസാനത്തെ 10 ആകുമ്പോഴൊക്കെ ആളുകൾ കുറെ. എന്തേ കാരണം? അവരൊക്കെ പർച്ചേസിന് വേണ്ടി പോവുക. പ്രിയമുള്ളവരെ, എത്രത്തോളം മഹത്തമായ ദിവസങ്ങളാണ്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതമായ ദിവസങ്ങളാണ് അവസാനത്തെ 10. അത് നമ്മൾ പർച്ചേസിന് വേണ്ടി അങ്ങാടിയിലൂടെ തെണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഒരിക്കലും അതിനെ വിനിയോഗിക്കരുത്. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണത്. മനസ്സിലാക്കിക്കൊണ്ട് അവസാനത്തെ 10 അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലെന്ന പരിശുദ്ധ റമളാൻ അറിയപ്പെടുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന പരിശുദ്ധമായ റമളാൻ. ആ റമളാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ. എന്റെ ഉമ്മത്തെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നൽകുന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയുകയാണെങ്കിൽ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. അവര് പരിശുദ്ധമായ വർഷം മുഴുവൻ റമളാനാകാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു. വർഷം മുഴുവൻ റമളാനാകാൻ അവർ ആഗ്രഹിക്കും. അതാണ് മഹാനായ ദഅവാ ഉസ്താദ് പാടിയത്. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നെ. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നെ. ഫർളൊന്നു ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. റമളാനിൽ അല്ലാഹു കൊടുക്കുന്ന നിഅമത്തുകൾ വളരെ കൃത്യമായിട്ട് ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ വർഷം മുഴുവൻ റമളാൻ അവൻ അങ്ങനെ ആഗ്രഹിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കുക, അത്രക്കും അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിൽ നൽകുന്നത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തതവ്വഅ ഫീഹി ബി ഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതുപോലെയാണ്. മൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും പരിശുദ്ധമായ റമളാനിൽ ഒരു ഫർള് ചെയ്താൽ അവനക്ക് ലഭിക്കുന്ന പ്രതിഫലം മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് ചെയ്ത പ്രതിഫലമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ പ്രതിഫലം, ഒരു ഫർള് ചെയ്താലോ 70 ഫർളിന്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. റമളാനിലെ പവിത്രതയെ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ വർഷം മുഴുവൻ റമളാൻ അവൻ ആഗ്രഹിക്കും. കാരണം ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ പ്രതിഫല. നമ്മളൊരു വുളൂ ചെയ്യുമ്പോഴേക്ക് ചുരുങ്ങിയത് നമുക്ക് 30ഓളം ഫർളുകൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിസ്കാരത്തിൽ എത്ര ഉണ്ടാവും? അത്തരത്തിൽ ഒരുപാട് സുന്നത്തുകൾ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന 1500ഓളം സുന്നത്തുകൾ എണ്ണിയ മഹാന്മാരുണ്ട്. നിത്യജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ പരമാവധി സുന്നത്ത് എടുക്കാൻ നാം പാലിക്കണം, നാം ശ്രദ്ധിക്കണം. സുന്നത്തുകൾ 2 വിധത്തിലാണ്. ഒന്ന് കൂലി കിട്ടുന്നത്, മറ്റൊന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂലി കിട്ടുന്നതുണ്ട്, കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നതുണ്ട്. ഇപ്പൊ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ചെയ്യും, അതിനൊക്കെ അള്ളാഹു കൂലി നൽകുന്നു. അത് കൂലി കിട്ടുന്ന സുന്നത്തുകളാണ്. എന്നാൽ നമ്മൾ നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണെന്ന നിയ്യത്തിൽ തലമറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താടി വെച്ച് കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടുകയല്ല പ്രിയപ്പെട്ടവരെ, അതിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, പരിശുദ്ധമായ റമളാൻ ഇങ്ങനെ തലമറച്ച് സുന്നത്തെന്ന നിയ്യത്തിൽ തലമറച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവനിക്ക് ഫർളിന്റെ കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തെങ്ങാനും കൃത്യമായിട്ട് റമളാനിലുള്ള അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ റമളാൻ അവർ ആഗ്രഹിക്കും. ആരാ പറയുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും കളവ് പറയാത്ത, അറിയാതെ പോലും കളവ് പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാ പറയുന്നത്. അവരുടെ ഉമ്മത്തായി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മുനവ്വറയിൽ തിളങ്ങും ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെയോർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. മനസ്സവിടെയെത്തും നിദ്ര ചായും നേരം കണ്ണുകളിൽ തിരുമുഖം ഒന്നു കാണാൻ. സുബ്ഹിൻ നേരമപ്പോൾ അതുപോടെയെന്നും ഞാൻ അലിവോടെ തങ്ങൾക്കായി സ്വലാത്ത് ചൊല്ലും. മുത്ത് മുത്ത് റസൂലുള്ളാഹ് സത്യ ഹബീബുള്ളാഹ്. അസ്സലാമു അലൈക യാ ഷഫീഅല്ലാഹ്. അതാണ് പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തിനെ ഓർത്ത് വിഷമിച്ച്, ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ പ്രവാചകൻ. അല്ലാഹു അവരോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ്? പല ആളുകളും ഇങ്ങനെ റമളാന്റെ മുമ്പേ റമളാനാവട്ടെ തടിയൊക്കെ ഒന്ന് ശരിയാക്കണം എന്നിങ്ങനെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് റമളാന് കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നാണെങ്കിലും അത് ആഗ്രഹിക്കാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമുദായക്കാർക്കും അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ തഖ്വയുള്ളവരാകണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രിയപ്പെട്ടവരെ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായി അനുസരിക്കുകയും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തഖ്വ. അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. അവർക്കാണ് അന്തിമ വിജയം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹു റമളാൻ കൊണ്ട് മുത്തഖീങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനിൽ ഒരുപാട് സുഹൃതങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃതാണ് പരിശുദ്ധമായ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധമായ റമളാനിൽ ഈമാനോടെയും ഇഹ്തിസാബോടുകൂടെയും നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു അവനിക്ക് നൽകുന്ന പ്രതിഫലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും മഗ്ഫിറത്തല്ലേ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിലൂടെ നൽകുന്നത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. മഗ്ഫിറ നമ്മളെപ്പോഴും അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ, നമ്മൾ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത്. ആ പാപമോചനത്തിനുള്ള ഒന്നാമത്തെ വഴി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈമാനോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും നോമ്പ് അനുഷ്ഠിക്കുക. വെറും നോമ്പ് അനുഷ്ഠിക്കുക എന്നല്ല പറഞ്ഞത്, ഈമാനും വേണം ഇഹ്തിസാബും വേണം. എന്താണ് ഈമാനും ഇഹ്തിസാബും? ഈമാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മേൽ ഫറളായ കാര്യമാണ് റമളാൻ മാസത്തിലെ നോമ്പ്.
ആ ഒരു നീയത്തിൽ ഇഖ്ലാസോടുകൂടെ നോമ്പനുഷ്ഠിക്കുക, അതാണ് ഈമാനോടുകൂടെ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാണ് ആളുകൾ നോമ്പ് നോൽക്കാറുള്ളത്. ഒന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ട് നോൽക്കും, മറ്റൊന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് നോൽക്കും. അതിൽ ഇഷ്ടപ്പെട്ട് നോൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെട്ടുകൊണ്ട് നോൽക്കണം. പല ആളുകളും ഇങ്ങനെ പറയും, റമളാൻ ഒന്ന് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ. അവരാണ് കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിക്കുന്നവർ, അവർക്ക് ഈ മഗ്ഫിറത്തില്ല. ഇഷ്ടപ്പെട്ടുകൊണ്ട് താല്പര്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നോമ്പനുഷ്ഠിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഗ്ഫിറത്ത്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനിൽ ഉള്ള മറ്റൊരു വലിയ ഇബാദത്താണ് തറാവീഹ് നമസ്കാരം എന്നുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തറാവീഹിനെ കുറിച്ച് ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് മാ ഫളായിലു തറാവീഹ്, നബിയെ തറാവീഹിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അവിടുന്ന് നബി പറഞ്ഞു കൊടുക്കുകയാണ്, യുഖ്റജുൽ മുഅ്മിനു മിൻ ദംബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവന്റെ ഹൃദയം എത്രത്തോളം പവിത്രമാണോ, അവന്റെ ഹൃദയം എത്രത്തോളം ശുദ്ധിയാണോ, അതുപോലെ ശുദ്ധിയായി തീരുന്നതാണ്. അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മൾ കടന്നു വരുമ്പോ എത്രത്തോളം പരിശുദ്ധമാണോ അവന്റെ ഹൃദയം, അത്രത്തോളം പരിശുദ്ധമാകും. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം വളരെ കൃത്യവും വ്യക്തവുമായി ഇഖ്ലാസോടുകൂടെ നമസ്കരിച്ചാൽ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, പാപങ്ങൾ ഇങ്ങനെ കഴുകി കളയാൻ അതിന് പറ്റുന്ന ഒന്നാണ് നമ്മുടെ തറാവീഹ് നമസ്കാരം. ഒരു റക്അത്ത് പോലും ഒരു ദിവസം മുടങ്ങാതെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. അർശിന്റെ ചുറ്റുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് പറയാം. ഖതീറത്തുൽ ഖുദ്സ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ഒരുപാട് മലക്കുകൾ, എണ്ണമില്ലാത്ത അറ്റം മലക്കുകൾ അവിടെ അള്ളാഹ്ക്ക് വേണ്ടി നിരന്തരമായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അവിടുത്തെ മലക്കുകളെ കുറിച്ച് പറയാണ്, ഫഇദാ കാന ലയാലി ശഹ്രി റമളാൻ ഇസ്തഅദനൂ റബ്ബഹും അൻ യൻസിലൂ ഇലൽ അർളി ഫയസല്ലൂന മഅ ബനി ആദമ. അവർ പരിശുദ്ധമായ റമളാനായി കഴിഞ്ഞാൽ, ആ മലക്കുകൾ പരിശുദ്ധമായ റമളാനായി കഴിഞ്ഞാൽ അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്, യാ അല്ലാഹ്, ഞങ്ങൾക്ക് റമളാനായി കഴിഞ്ഞാൽ ബനു ആദം സന്തതികളോട് കൂടെ രാത്രിയിലുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരുമോ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. ഫയൻസിലൂന കുല്ല ലൈലത്തിൽ അർള ഫകുല്ലു മൻ മസ്സഹും ഔ മസ്സു സഇദ സആദതൻ ലാ യശ്ഖാ ബഅദഹാ അബദാ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾക്ക് ആദം സന്തതികളോട് കൂടെ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നമസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ അവർ കടന്നു വരുന്നു. ഓരോ രാത്രിയിലും പരിശുദ്ധമായ റമളാനിന്റെ ഓരോ രാത്രിയിലും മലായികത്ത് ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മലക്കുകളെ കുറിച്ച് പറയുന്നു, ആ മലക്കുകളെ ആരെങ്കിലും സ്പർശിച്ചാൽ, അല്ലെങ്കിൽ ആ മലക്ക് ആരെങ്കിലും സ്പർശിച്ചാൽ സഈദ സആദതൻ ലാ യശ്ഖാ ബഅദഹാ അബദാ, ഒരിക്കലും പരാജയമില്ലാത്ത വിജയം അവൻ വരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകള് അവർ അനുവാദം ചോദിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മോട് കൂടെ തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവര് അനുവാദം ചോദിക്കുക റമളാനിൽ തറാവീഹ് രാത്രിയുള്ള നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ മലക്കുകളെ ആരെങ്കിലും സ്പർശിച്ചാൽ, അല്ലെങ്കിൽ ആ മലക്ക് ആരെയെങ്കിലും സ്പർശിച്ചാൽ അവൻ വിജയിച്ചു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനിലുള്ള മറ്റൊരു വലിയ സമയമാണ് ലൈലത്തുൽ ഖദ്ർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ, അത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ, അതിന്റെ മഹത്വം എന്താ? അല്ലതി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദ്ർ. 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷത്തിനേക്കാൾ മുകളിൽ. നമുക്കൊക്കെ പലപ്പോഴും 50-60 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ വയസ്സിനേക്കാൾ വലിയ പ്രതിഫലം, അതിനേക്കാൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലം പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിലൂടെ നമുക്ക് ലഭിക്കുക. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പരിശുദ്ധമായ റമളാനിലുള്ള അനുഗ്രഹങ്ങളെ കൃത്യമായിട്ട് ഒരു വിശ്വാസി എന്റെ ഉമ്മത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ വർഷം മുഴുവൻ റമളാൻ അവൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ റമളാനിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അള്ളാഹു അതിനൊക്കെ ശുക്ർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ മുതലെടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ലൈലത്തുൽ ഖദ്ർ പ്രിയമുള്ളവരെ, പല ആളുകളും ധരിച്ചു വെച്ചത് ലൈലത്തുൽ ഖദ്ർ, പല ആളുകൾ ഉറപ്പിച്ചുക ലൈലത്തുൽ ഖദ്ർ 27 രാവിന, അവർ അന്ന് രാത്രിയാണ് ഹയാത്താക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളെ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ, ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞത്, ഓരോ ദിവസവും അള്ളാഹുവിന്റെ അടിമകള് വളരെ ഉത്സാഹത്തോടെ വളരെ പ്രതീക്ഷയോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് 27 രാവിനാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും 21-നാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 23-നാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 25-നാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 29-നാണ് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കൂടുതൽ ആളുകൾ പറഞ്ഞത് 27 രാവാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഈ 5 ദിവസം, ഈ 5 രാവുകളിൽ ആരെങ്കിലും ഹയാത്താക്കിയാൽ അവൻ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചു എന്ന് ഉറപ്പിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ പവിത്രമായ ആ ഒരു സമയം അത് ലഭിച്ചു എന്ന് ഉറപ്പിക്കട്ടെ എന്ന് ആരെക്കുറിച്ചാ പറഞ്ഞത്? 27 ഹയാത്താക്കിയവരെ കുറിച്ചല്ല പറഞ്ഞത്. ഈ 5 രാവുകള് ആരെങ്കിലും ഹയാത്താക്കിയാൽ അവർ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 5 ദിവസവും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ രാവുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്, ഈ രാവുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ 5 രാവുകളെയും വളരെ കൃത്യമായി കൊണ്ട് ഹയാത്താക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ഒരുപാട് നമസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനൊക്കെ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ നമ്മൾ അതിനെ ആദരിക്കണം. വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ അതിനെ നമ്മൾ വരവേൽക്കണം. അല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കലും ഇങ്ങനെ മിമ്പറുമ്മ കയറുമ്പോ 3 ആമീൻ പറഞ്ഞ ചരിത്രം, ആ സംഭവം നമുക്കൊക്കെ അറിയാം. അതിൽ 3-ാമത്തെ ആമീൻ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം 3-ാമതായി ദുആ ചെയ്തത് പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ടും അതുകൊണ്ട് മഗ്ഫിറത്ത് നേടാത്തവർക്കെതിരെയാണ് പ്രാർത്ഥിച്ചത്. റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധമായ റമളാൻ മാസം വന്നിട്ട് ഈ ശ്രേഷ്ഠതയൊന്നും വകവെക്കാതെ അവനക്ക് മഗ്ഫിറത്ത് ലഭിച്ചില്ല എങ്കിൽ, അവൻ വേണ്ട രൂപത്തിൽ റമളാനിനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അവനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആമീൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന ബരീഉം മിമ്മൻ ഖസ്മുഹു ശഹ്റു റമളാൻ
അന ബരീഉൻ ഞാൻ ഒഴിവാണ് കേട്ടോ മിമ്മൻ ഖസ്മുഹു ശഹ്റു റമളാൻ ആരെങ്കിലും പരിശുദ്ധമായ റമളാനിനെ ശത്രുത വെച്ചാൽ ആരുടെയെങ്കിലും ശത്രു റമളാൻ മാസമായാൽ അന ബരീഉൻ മിൻഹു ഞാൻ അവനെ തൊട്ടൊഴിവാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോചിച്ച് റസൂലുള്ള കൈയൊഴിയ ആരെക്കുറിച്ച്? റമളാൻ വന്നിട്ടും മഗ്ഫിറത്ത് നേടാത്തവരെ കുറിച്ച്. റസൂലുള്ള കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹായിക്കാണ്ടാവുക? നാളെ അങ്ങനെ മഹ്ശറ സബീൽ എല്ലാവരും പല പ്രവാചകന്മാരെത്തും പോകുമ്പോ അവരെല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് മാറുമ്പോ അവസാനം ചെന്ന് ചേരാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല. ആ റസൂലുള്ള പറയാണ്, റമളാൻ ലഭിച്ചിട്ടും അവർക്ക് മഗ്ഫിറത്ത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അന ബരീഉം മിൻഹു ഞാൻ അവനെ തൊട്ടൊഴിവാണ്. പ്രിയമുള്ളവരെ, ആ ശഫാഅത്ത് നമുക്ക് വേണ്ടേ? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ആർദ്രമായ ശുപാർശയായി അങ്ങ് നാളെ രക്ഷകൻ ആരെ ഞങ്ങൾക്കങ്ങയെ പോൽ സയ്യിദി ഖൈറൻ നബി എണ്ണിയാൽ തീരാവിധം പാപമേറെ പേറി ഞാൻ അങ്ങയോടൻ നൊമ്പരം ചൊല്ലിടാം ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطحي والحبيب العربي زر ضريح المصطفى زد إقامة به زرت حميم زاوينا قلبك زلزال زال سلسبيلا سار فيه سيد السادات سير سلسبيلا تسقى في الحالات كسلسال سال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, അതിന് വേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ട. എന്നാൽ തമ്മാടികളായ ആളുകൾ, അമുസ്ലിമീങ്ങളായ മുശ്രിക്കീങ്ങളായ ആളുകൾ റമളാനിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ അവർക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ട്. പല സംഭവങ്ങളും കിതാബിൽ ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാം. ഒരു സംഭവം മാത്രം ഞാൻ പറയാം. ഒരിക്കലും ഒരു മജൂസിയായ ഒരു തീയാരാധകനായ വ്യക്തിയെ, അദ്ദേഹം മുസ്ലിം അല്ല, തീയാരാധകനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കൽ പരസ്യമായിട്ട് ഭക്ഷണം കഴിച്ചു. റമളാനിൽ, പരിശുദ്ധമായ റമളാനിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചപ്പോ അതിനെതിരെ വല്ലാതെ ശിക്ഷിച്ചു. ആ മകനെ അദ്ദേഹം ശിക്ഷിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ലഭിച്ചു എന്ന് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിനെ ബഹുമാനിച്ചാൽ അവനിക്ക് അതുകൊണ്ട് വലിയ നേട്ടമാണ്. എന്നാൽ ബഹുമാനിച്ചില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അന ബരീഉം മിൻഹു ഞാൻ അവനെ തൊട്ടൊഴിവാണ്, അവനിനി എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പവിത്രതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിനെ കൃത്യമായും വ്യക്തമായിക്കൊണ്ടും ഇഖ്ലാസോടുകൂടെ ഈ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിച്ചത്, എത്രയാണ് നമ്മളെ സ്നേഹിച്ചത്. കണക്കില്ലാതെ വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. അവിടേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം, ഒരുപാട് വിഷമങ്ങൾ നമ്മൾ കാരണം ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹിച്ചിട്ടുണ്ട്. ഒരുപാട് കല്ലേറ് സഹിച്ചില്ലേ, ഒരുപാട് ചീത്തവിളികൾ സഹിച്ചില്ലേ പ്രിയമുള്ളവരെ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, നരകത്തിന്റെ അവസാനത്തെ തട്ടിൽ കടക്കുന്നവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷം ചെയ്ത ആളുകളാണെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് 3 ദിവസം വരെ അതിന്റെ സങ്കടം താങ്ങാൻ സാധിക്കാതെ ഒറ്റയ്ക്ക് റൂമിലിരുന്നില്ലേ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ എത്ര ഹറാമുകളാണ് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട് പുണരാനാണ്, നരക കുണ്ടിലെറിയും പേടികൊണ്ടാണ്. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു മാപ്പ് തരുമോ യാ ഷഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു നൽകി റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. പരിശുദ്ധമായ റമളാനിനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വരവേൽക്കാനും അതിലൊരുപാട് സുഹൃതങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. رحمن الرحيم മായ രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ വെച്ച് ചൊല്ലിയതായ പരിശുദ്ധ ബദരീങ്ങളുടെ പേര് കബൂലാക്കണേ റഹ്മാനെ. മഹത്തായ ഖുർആൻ ശരീഫ് കബൂലാക്കണേ റഹ്മാനെ. യാസീൻ സൂറത്ത് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ മിസ്ലി സവാബിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മശായിഖന്മാരുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ചൊല്ലിയ പരിശുദ്ധ ബദരീങ്ങളുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. മുഴുവൻ അമ്പിയാക്കളുടെയും അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തതെങ്കിൽ അതൊക്കെ നീ മുറാദുകളൊക്കെ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ.
ഞങ്ങളുടെ മജ്ലിസിലുള്ള ഒരുപാട് ആളുകൾ രോഗികളാണ്. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രായമായ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ ഷാഫി. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബറകത്ത് അളമത്ത് കൊണ്ട് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് സമ്പത്തുകൾ മുടക്കിയാലും മാറാവ്യാധികളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ഈ സമയത്ത് വല്ല രോഗങ്ങളുടെയും അണുക്കളുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കൾ സാലിഹീങ്ങൾ ബദരീങ്ങളുടെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് അതൊക്കെ നീ തട്ടിമാറ്റണേ റഹ്മാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മിസ്ൽ സവാബിന് ഞങ്ങൾ ഖിറാഅത്തിന്റെ മിസ്ൽ സവാബിന് ഞങ്ങൾ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ മിസ്ൽ സവാബിന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഭാര്യ സന്താനങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറുപട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം സുഖലോക സ്വർഗമാക്കണേ റഹ്മാനെ. സ്വർഗ അല്ലാഹ് നരകം ഹറാമാക്കണേ റഹ്മാനെ. ഈ സമയത്ത് വല്ല അദാബും അവരുടെ ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. അതൊക്കെ നീ തട്ടിമാറ്റണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സാലിഹീങ്ങളുടെ ഖബർ നൽകണേ റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഒരുപാട് ആളുകൾ ഖബറിലാണ്. സുഖലോക സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പെറ്റുപോറ്റുന്ന സമയത്ത് അവരുടെ ഇബാദത്തുകളിൽ വന്ന പോരായ്മകൾ പരിഹരിക്കണേ റഹ്മാനെ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫാ നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. മക്കൾ കാരണം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ കള്ളിന്റെ കഞ്ചാവിന്റെ അടിമകളാക്കല്ല അല്ലാഹ്. ഹറാമുകൾ പന്തലിച്ച് ഒരുപാട് ഹറാമുകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഹറാമിലും പെടാതെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സമ്പത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികൾ, സാമ്പത്തികമായി ശാരീരികമായി സഹായിക്കുന്നവര്, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാര്, സഹോദരിമാര് നീ സഹായിക്കണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ സുഖങ്ങൾ നൽകണേ റഹ്മാനെ. പാവപ്പെട്ട ഉമ്മമാര് അവരുടെ ശരീരത്തിൽ ഒരുപാട് വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്. അതൊക്കെ നീ ശിഫാ നൽകണേ റഹ്മാനെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, വസ്ത്രം നൽകുന്നവരെ നീ ഖബൂലാക്കണേ റഹ്മാനെ. സ്വർഗീയ വസ്ത്രം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിന് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നിയമപരമായ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. നീ തന്ന സമ്പത്ത് ഹലാലിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനുള്ള നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം അത്രയും നിനക്ക് ത്വഅത്ത് ചെയ്യാനുള്ള തൗഫീഖും ആയുരാരോഗ്യവും നൽകണേ റഹ്മാനെ.
എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മുത്തു ഹബീബിനെ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പോവാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോയവർക്ക് വീണ്ടും പോവാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിന്റെ ചാരചെന്ന് സ്വലാത്തും സലാമും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബിനോടുകൂടെ സാലിഹീങ്ങളോടുകൂടെ സദ്ദീഖീങ്ങളോടുകൂടെ മശായിഖരോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ. സിറാത്ത് പാലം പെട്ടെന്ന് വെടുക്കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ കുടുംബസമേതം ഒരുമിപ്പിക്കാനെ. സിഹറുകൾ, മാരണങ്ങൾ, മാറാവ്യാധികൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡന്റ് പോലത്തെ കീറി മുറിക്കേണ്ട റോഡിൽ ചിന്നിച്ചിതറുന്ന മരണത്തെ തൊട്ടുകാത്ത് രക്ഷിക്കണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ഇസ്സത്തിനെ കാക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في رجب وشعبان. اللهم بارك لنا في رجب وشعبان. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات كلها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.